കാലവർഷം ശക്തമായതോടെ പാലിയേക്കര ദേശീയപാതയിലെ യാത്ര ദുരിതക്കെണിയാകുന്നു. മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ചുങ്കപ്പാതയാണ് കുഴികൾ നിറഞ്ഞ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കോടികൾ ചിലവിട്ട് നിർമ്മിച്ചു എന്നവകാശപ്പെടുന്ന റോഡിലാണ് സഞ്ചാര ദുരിതം അനുഭവിക്കുന്നത്. ആറുവരിപ്പാതയിലെ എല്ലാ ട്രാക്കുകളിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതുമൂലം വാഹനാപകടങ്ങൾ പെരുകുകയാണ്. കുഴികൾ കാണുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ്. ഭീമമായ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന പാതയാണിത്. റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് ടോൾ കൊടുക്കുമ്പോൾ പരാതി പറയാമെന്ന് വെച്ചാലും രക്ഷയില്ല. ടോൾ ബൂത്തിലിരിക്കുന്ന ജീവനക്കാർക്ക് മലയാളം അറിയില്ല. ടോൾ റോഡുകളിലെ ദുരിതയാത്രയെക്കുറിച്ച് എത്ര പരാതിപ്പെട്ടാലും അനങ്ങാപ്പാറ നയമാണ് കമ്പനി പുലർത്തിപ്പോരുന്നത്. ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള അപകട മേഖലകളിലെ സിഗ്നൽ ലൈറ്റുകൾ ഒന്നും പ്രവർത്തിക്കാത്തത് കൂടുതൽ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. പുതുക്കാട്, ആമ്പല്ലൂർ, കൊടകര, പോട്ട, ചാലക്കുടി മേഖലകളിൽ ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ദേശീയപാതയിൽ 6 മാസത്തിനുള്ളിൽ നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. അപകടത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ എണ്ണം ഇതിലുമേറെയാണ്. അശാസ്ത്രീയമായ പാതയുടെ നിർമ്മാണവും കൃത്യമായ സിഗ്നൽ സംവിധാനമില്ലാത്തതും മൂലമാണ് അപകടങ്ങൾ പെരുകുന്നത്. ഡ്രെയിനേജുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. പ്രധാന ജംഗ്ഷനുകളിലും ഡ്രെയിനേജുകൾ ഇല്ലാത്തതുമൂലം വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സ്റ്റോപ്പുകളിൽ നിർത്തുന്നതിൽ കൃത്യത പാലിക്കാത്തത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. ദേശീയപാതയിലെ കുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവുമായി എത്തുന്ന പോലീസ് പോലും കുഴികൾ അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ടോൾ കമ്പനിക്ക് നൽകുന്നില്ല. ടോൾ കൊടുക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങൾ തന്നെ ടോൾ കമ്പനിയുണ്ടാക്കുന്ന ദുരിതവും അനുഭവിച്ചു തീർക്കുകയാണ്. കുഴികളും വെള്ളക്കെട്ടുകളും ഗതാഗതക്കുരുക്കുകളും മറികടന്ന് ജീവനും കൊണ്ട് തിരിച്ചെത്തുന്നവരെ പിടിച്ചു പറിക്കാനിരിക്കുന്ന കൊള്ളക്കാരെ പോലെയാണ് ടോൾ കമ്പനിയെന്നാണ് പ്ലാസ കടന്നെത്തുന്ന വാഹനയാത്രക്കാർ പറയുന്നത്.